മൺചിത്രത്താഴിലെ അല്ലിയായി എന്നും മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ സാധിച്ച നടിയാണ് അശ്വിനി നമ്പ്യാർ. കൗരവർ, ധ്രുവം, കുടുംബക്കോടതി പോലുള്ള നിരവധി സിനിമകളിലും അശ്വിനി അഭിനയിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് അശ്വിനിയാണെങ്കിൽ തമിഴ് സിനിമാ ലോകത്ത് രുദ്രയാണ് നടി. ഭാഗ്യരാജ് സംവിധാനം ചെയ്ത പുതുനെല്ല് പുതുനാത്ത് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മലയാളിയായ അശ്വിനിയുടെ തുടക്കം. അതിനുശേഷം ഒത്തിരി ഹിറ്റുകൾ തമിഴിൽ അശ്വിനിക്ക് ലഭിച്ചു. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ് അശ്വിനി. സുഴൽ 2 എന്ന ചിത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ച് നടി SS മ്യൂസിക് ചാനലിലെത്തി. എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യത്തിന് സിംഗപ്പൂരിൽ എന്ന മറുപടി. ഭർത്താവിനും മകൾക്കുമൊപ്പം അവിടെ സെറ്റിൽഡ് ആയിരുന്നു. ഇവിടെ സിനിമകൾ ചെയ്യുന്നില്ല എന്നേയുള്ളൂ. സിംഗപ്പൂരിലെ TV ഷോകളിലെല്ലാം താൻ സജീവമായിരുന്നു എന്നും അശ്വിനി പറയുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സുഴൽ 2 പോലൊരു സിനിമയിൽ നല്ല ഒരു റോൾ ചെയ്ത് തിരിച്ചു വരുന്നതിൽ സന്തോഷമുണ്ട് എന്ന് അശ്വിനി പറഞ്ഞു. സഹതാര വേഷമാണ്, എന്നാൽ പോലും വന്നു പോകുന്ന ഒരു റോളല്ല. കഥയിൽ നല്ല പ്രാധാന്യമുണ്ട്. സിനിമയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് അശ്വിനി പറഞ്ഞു. അഭിനയത്തിൽ സജീവമായ കാലത്ത് വന്ന കത്തുകളെക്കുറിച്ചും പ്രണയ അഭ്യർത്ഥനകളെക്കുറിച്ചും എല്ലാം അശ്വിനി അഭിമുഖത്തിൽ സംസാരിക്കാറുണ്ട്. അന്നൊക്കെ ഒരുപാട് കത്തുകൾ വരുമായിരുന്നു. രക്തം കൊണ്ട് എഴുതി അയക്കുന്നത് ഒരേ സമയം സന്തോഷവും സങ്കടവും തരുന്ന അനുഭവങ്ങളാണ്. നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്നതിൽ സന്തോഷം തോന്നും. പക്ഷേ ഇഷ്ടത്തിൻ്റെ പേരിൽ എങ്ങനെയൊക്കെയോ എന്ന് ചിന്തിക്കുമ്പോൾ വിഷമവും. അങ്ങനെയൊരു കത്ത് സ്ഥിരം വരുമായിരുന്നു. എല്ലാം വായിക്കുമെങ്കിലും ഒന്നും പ്രതികരിച്ചിരുന്നില്ല. അതിൽ ദേഷ്യം വന്ന ഒരാൾ വളരെ മോശമായി എഴുതി അയക്കാൻ തുടങ്ങി. അത് എന്നെ വല്ലാതെ ബാധിച്ചതോടെ അമ്മയാണ് കത്തുകൾ ഹാൻഡിൽ ചെയ്തു തുടങ്ങിയത്. പിന്നീട് ഒന്നും എന്നെ കാണിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ വായിച്ചിട്ടുമില്ല. ആ കത്തുകളിൽ സിനിമയിൽ ചിലരും ഉണ്ടായിരുന്നു. അദ്ദേഹം ആരാണെന്ന് ഞാൻ പറയില്ല. ഇന്നും സജീവമായി നിൽക്കുന്ന ഒരാളാണ്. കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞ് എൻ്റെയും അമ്മയുടെയും പിന്നാലെ നടന്ന് കെഞ്ചിയിട്ടുണ്ട്. തമിഴ് സിനിമയിലുള്ള ആളാണ്. തമിഴിലാണ് കത്തുകൾ എഴുതിയിരുന്നത്. ഞങ്ങൾ മലയാളികൾ ആയതുകൊണ്ട് തന്നെ അത് വായിക്കാനും തിരിച്ചെഴുതാനും അറിയില്ലായിരുന്നു. പിന്നീട് തമിഴറിയാവുന്ന ഒരാളെ വിളിച്ച് അയാളെ കൊണ്ട് വായിപ്പിച്ച് മറുപടി എഴുതി അയച്ചു. താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷം പിന്നീട് ശല്യം ചെയ്തിട്ടില്ല. എല്ലാം മറന്ന് അദ്ദേഹം നല്ല കുടുംബജീവിതത്തിലേക്ക് കടക്കണം എന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്നുമാണ് അന്നും ഇന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എവിടെയും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവിൻ്റെയോ മകളുടെയോ അമ്മയുടെയോ ഫോട്ടോ പോലും ഞാൻ പങ്കുവയ്ക്കാറില്ല. അവരുടെ പ്രൈവസിയെ ഞാൻ ബഹുമാനിക്കുന്നു. മകൾ ഡിഗ്രി കഴിഞ്ഞു. അഭിനയത്തിലേക്ക് വരാൻ അവൾക്കും ഒട്ടും താല്പര്യമില്ല എന്നും അശ്വിനി പറഞ്ഞു.